ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ നേർമ്പോൾ നമ്മുടെ താത്ത വലിയൊരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തിനാമ ഈ വാഴയില ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മൾ സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. സാധാരണ വാഴയിലയിൽ ഈ ഇലയപ്പമല്ലേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ എന്ത് സ്പെഷ്യൽ എന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മൾ ഇലയപ്പം തന്നെയടി ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉമ്മ തണ്ടർ തേങ്ങാട് കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, അവിൽ, അതുപോലെ തന്നെ മധുരത്തിന് ശർക്കരയും കൂടെ എടുത്ത് എല്ലാം കൂടെ ഞെരടി വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് വെരി വെരി ഹെൽത്തി സംഭവമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇലയപ്പം ഹെൽത്തി ആണല്ലോ, ഇച്ചിരി കൂടെ എക്സ്ട്രാ ഹെൽത്ത് അവിടെ ഇരുന്നോട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ച് അങ്ങനെ നമ്മൾ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ മൈദാമാവോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഹെൽത്തി ആകുമ്പോൾ നമ്മുടെ മൈദാമാവ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മധുരമുള്ള സാധനം, കുഴക്കട്ട, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇലയപ്പമൊക്കെ ഈ മൈദാമാവിൽ ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ പരത്തി എടുത്തിട്ട് നമ്മളെന്താണ് ആവി കയറ്റാൻ നമ്മുടെ സുന്ദരി ഇഡ്ഡലി കൂട്ടത്തിലൂടെ നിരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അമ്മമാരവിടെ നിന്ന് അസംബ്ലി കൂടട്ടെ. അങ്ങനെ അതെല്ലാം കൂടെ അടച്ചു വെച്ച് നല്ലപോലെ ആവി കയറ്റി എടുക്കണം. കണ്ട് ആവി കയറി വന്നിട്ടുണ്ട് ഗൈസ്. എനിക്കല്ലെങ്കിൽ ഈ തീറ്റക്കാര്യത്തിൽ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ പൊളിച്ച് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടോട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ആയിട്ട് മറക്കല്ലേ ഗൈസ്. അപ്പോൾ അത്രയുള്ള ടാറ്റ, ബൈ, സീ യു.